മേഘ ബ്രേക്ക് ദ ചെയിൻ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ അതിലൊരു മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാത്തിനും മറുപടിയുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മറുപടിയുണ്ട്. അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ, ഞങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം നിങ്ങളെല്ലാം മറന്നുപോയോ? അന്ന് എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയത് നിങ്ങൾ മറക്കുകയാണോ? അന്വേഷണം വരട്ടെ, സാരമില്ല, കുഴപ്പമില്ല, എല്ലാത്തിനും മറുപടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിലൊരു പതർച്ചയില്ലേ? തീർച്ചയായിട്ടും പതർച്ചയുണ്ട്. ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായ ഒരു വാചകം എന്ന് പറയുന്നത്, അവർ പറയുന്നത് അന്ന് കോവിഡ് വന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രൈം എയിം എന്ന് പറയുന്നത് ഇത് പടരാതിരിക്കുക, അതുപോലെ ഇതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതായിരുന്നു. അന്ന് ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾ മറന്നു പോകുകയാണ് എന്നൊരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒരു ക്രൈസിസ് മാനേജ് ചെയ്തു, ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനർത്ഥം മറ്റൊരു ഭാഗത്തൂടെ സാമ്പത്തിക ക്രമക്കേട് നടത്താം എന്നതിന്റെ ലൈസൻസ് ആണോ ഇത്? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നു, അതിന് പുറത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നുള്ളൊരു നിലപാടല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു പകരം അന്ന് ഞങ്ങൾ ഇത്രയും രക്ഷിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത് എന്നൊരു തിരിച്ചൊരു കാര്യം പറയുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു പക്വതയുള്ളൊരു മന്ത്രി പദവി അലങ്കരിച്ചിരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണോ? അല്ല, ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോവിഡ് കാലഘട്ടമായിരുന്നു. എല്ലാ പേപ്പറും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ള വരും, അല്ലെങ്കിൽ അത് നീക്കി അങ്ങനെ. കാരണം നമുക്കറിയാലോ, സർക്കാർ സംവിധാനത്തിൽ ഈ ചുമന്ന നൂൽക്കെട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും പേടിയോടെയാണ് ആളുകൾ കാണുന്നത്. ഇനി എത്ര നാളത് എടുക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ മാസ്കും സാനിറ്റൈസറും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണം വേണം, സർക്കാരിന് കൊടുത്ത് സർക്കാർ അത് അംഗീകരിച്ച് വരുന്നൊരു സമയം. പക്ഷേ ആ കാലഘട്ടത്തിൽ അത്രയും ഫാസ്റ്റായിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു മുന്നീക്കങ്ങളുമില്ല. ഇവർ തന്നെ പൈസ എടുത്ത് ഇവർ തന്നെ ചിലവാക്കിയിട്ട് പേപ്പറിൽ എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കണക്കുകൾ പേപ്പറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ധനകാര്യ വകുപ്പ് ഇപ്പോൾ സെർച്ച് ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ട് ഒന്നിനും രേഖകളില്ല. അതെ, ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, ഇതിന് ന്യായീകരണവും അവർ തന്നെ പറയുന്നുണ്ട്. അത് അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പേപ്പറിൽ പാസ് ചെയ്യുന്നത് പേപ്പറിൽ പാസ് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ബില്ല് വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ നിർബന്ധം ഉണ്ടാകണം. ഇപ്പൊ എല്ലാം പോട്ടെ, ബ്രേക്ക് ദ ചെയിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ല് അവർക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പേന എടുത്ത് ഒരു പേപ്പറിൽ എഴുതി അപ്പോൾ തന്നെ ആ ചെയിൻ ബ്രേക്ക് ആകുന്നുണ്ടോ? കോണ്ടാക്ട് വരികയല്ലേ? അതില് പറയുന്ന ലോജിക് ഒന്നുമില്ല. പക്ഷെ ഇവർ പറയുന്ന ലോജിക്കിനോട് എങ്ങനെയാണ് യോജിക്കാൻ? അല്ല, ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ 33 ലക്ഷം രൂപയാണ് മാസ്കും സാനിറ്റൈസറും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചിലവാക്കിയത് എന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാത്തിനും സർക്കാരാണ് പണം കൊടുക്കുന്നത്, ധനകാര്യ വകുപ്പിൽ നിന്നും പണം കൈമാറേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ധനകാര്യ വകുപ്പ് അറിയാതെ 33 കോടി രൂപ ഇവർക്ക് ചെലവാക്കാൻ എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളൊരു സർക്കാരിൻ്റെ കീഴിലാണ് ഭരിക്കുന്നത്. എന്തിനാണെങ്കിലും ഇപ്പോൾ തോട്ടിക്കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറയുന്നൊരു നമുക്കറിയാം, പഴഞ്ചൊല്ലിനെ പറ്റി അറിയാം. എന്തുകൊണ്ടാണ് പറയുന്നത്? അതൊരു സർക്കാരാണ്. അത് കോവിഡ് ആണെങ്കിലും എന്ത് മഹാമാരി ആണെങ്കിലും അതിൽ ചെലവാക്കുന്ന തുക ആർക്ക് കിട്ടി ആർക്ക് കിട്ടിയില്ല എന്നത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് ഒരു കുപ്പി സാനിറ്റൈസർ തന്നു, ഒരു മാസ്ക് തന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ചികിത്സയ്ക്ക് വന്നപ്പോൾ ഒരു സ്വാബ് ടെസ്റ്റിനെടുത്തു, ഒരു നഴ്സ് PPE കിറ്റ് ഇട്ടു. ഇതെല്ലാം കൃത്യമായി കണക്ക് രേഖപ്പെടുത്തുമ്പോൾ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പേപ്പറിൽ എഴുതി ബില്ല് കൊടുക്കുക, അത് നമ്മളൊരു ബുക്ക് വാങ്ങുന്ന കണക്കോ അല്ലെങ്കിൽ ഒന്നുമല്ല പറയുന്നത്. ബുക്ക് വാങ്ങിയ കണക്ക് അല്ലെങ്കിൽ പേന വാങ്ങിയ കണക്കിനെ പറ്റി ഒന്നുമല്ല പറയുന്നത്, വലിയ കണക്കുകളാണ് പറയുന്നത്, കോടികളുടെ കണക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം കേരളത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അത് എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ കസ്റ്റംസിന് കൊടുത്ത പണം എന്ന് പറഞ്ഞ് കണക്ക് എഴുതിയിരിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ മറ്റൊരു രാജ്യം നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ പോലും അതിനിടയിൽ പോലും പല തിരിമറികൾ കാണിക്കണമെങ്കിൽ എന്ത് മനസ്സാണ് ഇവർക്കുള്ളത്? അതുപോലെ തന്നെ ഇതൊന്നും കണക്കല്ല, കണക്ക് പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വന്നെന്ന് പറയണം, അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറന്നു എന്ന് പറയുമ്പോൾ അതവരുടെ ഉത്തരവാദിത്തമായിരുന്നു, ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തല്ലോ എന്നുള്ള ക്രെഡിറ്റ് എടുക്കുന്നതിനൊപ്പം ഇപ്പുറത്ത് നടത്തിയ തിരിമറിയുടെ ക്രെഡിറ്റും എടുക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളുടെ
ജനങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ചെയ്തത്, അല്ലാതെ നമുക്ക് എന്തോ ഔദാര്യം ചെയ്തു തന്നതല്ല, അത് ചെയ്യേണ്ടതായിരുന്നു. ഇതില് മാധ്യമപ്രവർത്തകര് മുൻ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഇതിലൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത്. അതിൽ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ പതറിയിട്ട് പറയുന്നുണ്ട്, അത് ഉദ്യോഗസ്ഥൻ എന്നൊന്നും അല്ല, അത് നമ്മുടെ സിസ്റ്റത്തിനെതിരെയാണ്, സർക്കാരിനെതിരെയാണ് ഇത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മറുപടിയുണ്ട്. മറുപടി എന്താണ് എന്ന് പറയുന്നില്ല, മറുപടിയുണ്ട്, കയ്യിൽ മറുപടിയുണ്ട്. ഇതാണ് ആ മറുപടി എന്ന് പറയുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇതാണ് ആ കണക്കുകൾ എന്ന് പറയുന്ന രീതിയിലാണ് ശൈലജ ടീച്ചർ സംസാരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ വാർത്ത കണ്ടു കാണുമല്ലോ, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വന്നത്. എന്താണെങ്കിലും പ്രതികരിച്ചു. ഇപ്പോ അതിനെല്ലാം മറുപടി ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിലാണെങ്കിലും നമുക്ക് മറുപടികൾ, കണക്കുകളാണെങ്കിലും മറ്റ് പുറത്തേക്ക് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പോയ കാലങ്ങളിൽ ഓരോ കണക്കുകളും ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ UDF ആണ് അധികാരത്തിലിരിക്കുന്നത്, അവർ ഓഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനെ മാറ്റി അടുത്ത സർക്കാരിനെ ആളുകൾ പരീക്ഷിക്കുന്നത്? ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനും അഴിമതികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനും ഇനി അത് സംഭവിക്കാതിരിക്കാനും ഇനി ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും ഇടതുപക്ഷത്തെ കൊണ്ടുവരുന്നത് എന്തിനായിരിക്കാം? ഈ 5 കൊല്ലം മറ്റ് പാർട്ടി എന്താണ് ചെയ്തത് അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആരെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയൂ. ഒരു സംവിധാനം മാത്രം വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ 10 വർഷം ഇവിടെ ഭരിച്ചിട്ട് അഴിമതികളുടെ എണ്ണം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും ഇപ്പൊ ആരോഗ്യ വകുപ്പിന്റെ കാര്യം എനിക്ക് ഒന്ന് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും സോളായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി ഹിറ്റ് ചെയ്തത് തന്നെയാണ്. ആ സമയത്ത് ആരോഗ്യമന്ത്രി KK ശൈലജ ഉയർത്തിക്കൊണ്ട് അടുത്ത ക്യാമ്പയിൻ നടത്തുന്നു. അപ്പോൾ ആ ക്രൈസിസ് കൃത്യമായി മാനേജ് ചെയ്തു എന്നുള്ളൊരു നറേറ്റീവ് പൊതുജനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് 2ാം പിണറായി സർക്കാർ എന്നുള്ളൊരു സംഭവമെങ്കിലും ഉണ്ടായത്. അതിനുശേഷം വന്ന വീഴ്ചകൾ വേറെ, പക്ഷെ അതിന് മുൻപും നടന്നിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പ് കാരണമാണോ നിങ്ങൾക്ക് 2ാമതൊരു ഭരണം കിട്ടിയത്? അപ്പോൾ ആരോഗ്യ വകുപ്പ് കറകളഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ഈ പറഞ്ഞ കണക്ക് വിവരങ്ങൾ ഇതൊരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സർക്കാരിനെതിരെയാണ്, മുൻ സർക്കാരിനെതിരെയാണ് ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. എന്ത് മറുപടി? അതിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷവും ആരോഗ്യ വകുപ്പ് പോയ നാൾവഴികൾ നമ്മൾ കണ്ടതാണ്. എങ്ങോട്ടേക്കാണ് കൂപ്പുകുത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പ് എല്ലാ കാലത്തും ഓഡിറ്റ് ചെയ്യപ്പെടണം. വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റും ഈ പറഞ്ഞ ശ്രദ്ധിക്കാതെ വിടുന്നത് പോലെ അല്ല ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. കാരണം അതിൽ ഡീൽ ചെയ്യുന്ന, വരികയും പോവുകയും ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും ജീവന് അത്രത്തോളം വിലയുണ്ട്. ഇപ്പോൾ കോടികൾ വകമാറ്റിയെന്ന് പറയുമ്പോൾ അത്രത്തോളം ഡിസേർവിംഗ് ആയിട്ടുള്ള പലർക്കുമുള്ള അവകാശങ്ങളാണ് അവിടെ ലംഘിക്കപ്പെട്ടത്. ഇതിനാരുത്തരം പറയും? ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. 1 രൂപയുടെ സഹായം അല്ലെങ്കിൽ 1 രൂപയുടെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് കണക്കുണ്ടാകണം. അതല്ല, കോടികൾ ആരുടെങ്കിലും പോക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കോടികളുടെ കണക്കും പുറത്തു വരേണ്ടതുണ്ട്.